ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ധന്യൻ വർഗീസ്, നിങ്ങളുടെ ഫാക്കൽറ്റി ഫോർ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ. അപ്പൊ നമ്മുടെ ജാൻ 2025 MTP ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 2 കോർപ്പറേറ്റ് ആൻഡ് അതർ ലോയുടെ MTP ആണ്. സോ ഞാനൊരു MTP ജസ്റ്റ് ജനറലി അനലൈസ് ചെയ്തപ്പോൾ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൾട്ട് MTP, ബട്ട് ഈ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം മാനേജ്മെന്റ് ഒക്കെ വേണ്ടിയിട്ട് MTP നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ചില ക്വസ്റ്റ്യൻസ് ലൈക് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ, ഡിവിഡൻഡ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിനകത്തൊക്കെ പ്രൊസീജിയേഴ്സ്, കണ്ടീഷൻസ്, നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെ കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആണ്. സോ ആ ചാപ്റ്റേഴ്സിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറൽ പോയിന്റ് ഒക്കെ മറന്നു പോകുവാണെങ്കിൽ കുറച്ച് ട്വിസ്റ്റിംഗ് ആയിരിക്കും ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ ചിലപ്പോൾ ആ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രൊസീജിയറിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടോ നമ്പർ ഓഫ് ഡേയ്സിനെ ബേസ് ചെയ്തിട്ടോ മൾട്ടിപ്പിൾ ചോയ്സും ഡിസ്ക്രിപ്റ്റീവിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. ദാറ്റ് ഈസ് ദ ഓൺലി ട്രിക്കി പാർട്ട് വിച്ച് ഐ ഫൗണ്ട് ഔട്ട് ഇൻ ദ MTP. അല്ലാതെ ഇറ്റ്സ് എ വെരി സ്റ്റാൻഡേർഡ് MTP, നോട്ട് എ വെരി ഡിഫിക്കൾട്ട് MTP. നമ്മൾ കാണാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഞാൻ അങ്ങനെ MTP 1 ഞാൻ കണ്ടിട്ടില്ല. സോ ഒട്ടും സമയം കളയാതെ തന്നെ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദ സെഷൻ. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് നോട്ട് ദി മൾട്ടിപ്പിൾ ചോയ്സ്. ഡിസ്ക്രിപ്റ്റീവ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും വി വിൽ ബി ഗോയിങ് ത്രൂ ദി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. സോ ഒട്ടും ടൈം കളയാതെ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്. So the first question, Alpha Limited listed on a recognized stock exchange. So the listed company was incorporated on 1st October 2019 with a paid up share capital of 200 crore. Within the small time of 4 months, it has earned huge profit. So incorporated the 1st October 2019 ചെറിയ മാസം കൊണ്ട് തന്നെ huge profit earn ചെയ്തു and has topped the chart for its high employee friendly environment. The company wants to issue sweat equity to its employees. Sweat equity കൊടുക്കണം എന്നാ പറയുന്നത്. Section 54 ആണ് sweat equity പറ്റി ഡീൽ ചെയ്യുന്ന സെക്ഷൻ. A friend of the CEO of the company has told him that they cannot issue sweat equity shares as 5 years have not elapsed since the time company has commenced its business. Company തുടങ്ങിയിട്ട് 5 വർഷമായിട്ടില്ല. അപ്പോ ഫ്രണ്ട് ഓഫ് ദ CEO പറയാണ് നിങ്ങൾക്ക് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദ CEO of the company has approached you to advise about the essential conditions to be fulfilled before they issue sweat equity shares, especially since their name is just a few months old. നമ്മൾ സെക്ഷൻ 54ന്റെ കണ്ടീഷൻസിൽ എവിടെയും പറയുന്നില്ല കമ്പനി തുടങ്ങി ഇത്ര വർഷം കഴിഞ്ഞിട്ട് മാത്രമേ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. സോ കമ്പനി തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും, അതായത് 1st October 2019 എന്ന് പറയുന്നു, സ്മോൾ ടൈം ഓഫ് 4 months പ്രോഫിറ്റ് ഏൺ ചെയ്തു എന്ന് പറയുന്നു. സോ 5 years ആയിട്ടില്ല എന്ന് പറയുന്നു. സോ 5 years ആയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ദ കമ്പനി ക്യാൻ ഇഷ്യൂ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഇത് പെട്ടെന്ന് ഓർമ്മ പറഞ്ഞു, 54 കണ്ടീഷൻസ് പെട്ടെന്ന് ഓർമ്മ പറഞ്ഞു. അവിടെ ലിസ്റ്റഡ് കമ്പനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നാൽ ദിസ് ക്യാൻ ബി ട്രിക്കി. ദിസ് ഇസ് വാട്ട് ഐ സെഡ് ഇൻ ദി ഇൻട്രൊഡക്ഷൻ. Now let us go to the answer. Section 54 ആണ് Companies Act 2013 സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിനെ പറ്റി ഡീൽ ചെയ്യുന്ന സെക്ഷൻ. The following condition has to be satisfied. ഇഷ്യൂ SR വെച്ച് ഓതറൈസ്ഡ് ആയിരിക്കണം. SRനകത്ത് എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, കറന്റ് മാർക്കറ്റ് പ്രൈസ്, കൺസിഡറേഷൻ, ഏതൊക്കെ ക്ലാസ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസിനാണ് കൊടുക്കുന്നത്, വേർ ദ ഇക്വിറ്റി ഷെയർസ് ആർ ലിസ്റ്റഡ് ഓൺ എനി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്വെറ്റ് ഇക്വിറ്റി ചെയ്യുന്ന സമയത്ത് സെബി പറയുന്ന കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ലിസ്റ്റഡ് കമ്പനി അല്ലാന്നുണ്ടെങ്കിൽ 54 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പറയുന്നതും റൂൾസും പറയുന്നതും മാത്രം കംപ്ലൈ ചെയ്താൽ മതി. റൈറ്റ്സ്, ലിമിറ്റേഷൻസ്, റെസ്ട്രിക്ഷൻസ്, പ്രൊവിഷൻസ് for the time being applicable to equity shares shall be applicable to the sweat equity shares. So എന്തൊക്കെയാണോ ഒരു സാധാരണ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ലിമിറ്റേഷൻസ്, റെസ്ട്രിക്ഷൻസ്, the same shall be applicable to the sweat equity shares. Now, Alpha Limited can issue. ഇത്രയും ഭാഗമാണ് provision. Again, I'm not going in detail how to present an answer. It is already discussed in the RTP session. So, provision ഭാഗം കഴിഞ്ഞു. Now, coming to the analysis conclusion. This is the analysis and conclusion. Just ഒന്ന് അറിയാൻ വേണ്ടി എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. Alpha Limited can issue sweat equity shares by following the conditions as mentioned above. It does not make any difference if the company is just a few months old. കുറച്ച് നാളായി ആയിട്ടുള്ള കമ്പനി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം കണ്ടീഷൻസിനകത്ത് എവിടെയും നമ്മൾ പഠിച്ചിട്ടില്ല കമ്പനി തുടങ്ങി ഇത്ര വർഷമായാൽ മാത്രമേ നിങ്ങൾക്ക് സ്വെറ്റ് ഇക്വിറ്റി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പഠിക്കാത്തതുകൊണ്ട് യെസ്, Alpha Limited can issue sweat equity shares. Next question. Auditors chapter. Examine the following situations in the light of the Companies Act 2013.
Mr. Prem, a chartered accountant, has been appointed as an auditor of A Limited in the AGM of the company held in September 2023. So, Mr. Prem, ഒരു chartered accountant ആണ് A Limited in the auditor appoint ചെയ്തു AGM in which he accepted the assignment. Subsequently, in Jan 2024, he joined as a partner in the consulting firm where Mr. Ajay is also a partner. So, ആള് ജാൻ 2024 ഒരു കൺസൾട്ടിംഗ് ഫേമിന്റെ പാർട്ട്ണർ ആയിട്ട് ജോയിൻ ചെയ്തു. അവിടെ മിസ്റ്റർ അജയ് എന്ന് പറയുന്ന ഒരാളും പാർട്ട്ണറാണ്. മിസ്റ്റർ അജയ് ഇസ് ഓൾസോ വർക്കിംഗ് ആസ് എ ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഓഫ് എ ലിമിറ്റഡ്. അയാളെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്ത അതേ കമ്പനിയിൽ ഈ പറയുന്ന ആള് മിസ്റ്റർ അജയ് ഒരു ഫൈനാൻസ് എക്സിക്യൂട്ടീവും കൂടെ ആണ്. സോ 141 സബ്സെക്ഷൻ 3ലാണ് നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻസിനെ പറ്റി പഠിച്ചത്. 141 സബ്സെക്ഷൻ 3 എന്ന് എഴുതുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഇംപ്രസീവ്. ക്ലോസസ് നിങ്ങൾക്ക് ഓർക്കാമെങ്കിൽ എഴുതുക. ദിസ് ഇസ് ക്ലോസ് സി ആണ്. സോ ക്ലോസ് ഓർക്കാൻ പറ്റുമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ 141 സബ്സെക്ഷൻ 3 ഡിസ്ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെക്ഷൻസ് കൂട്ട് ചെയ്യാം. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 141 subsection 3 clause C of the Companies Act 2013 prescribes that any person who is a partner ഒരാൾ പാർട്ട്ണറോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫ് എൻ ഓഫീസറിലോ അല്ലെങ്കിൽ എംപ്ലോയി ഓഫ് ദ കമ്പനി വിൽ ബി ഡിസ്ക്വാളിഫൈഡ് ടു ആക്ട് ആസ് എൻ ഓഡിറ്റർ ഓഫ് എ കമ്പനി. സോ നിങ്ങളെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ ആ പറയുന്ന വ്യക്തി, അതായത് പേഴ്സൺ ഹൂ ഇസ് എ പാർട്ട്ണർ, അയാൾ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഓഫീസിന്റെ എംപ്ലോയ്മെന്റിലുള്ള ആളാണ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും ടു ആക്ട് ആസ് എൻ ഓഡിറ്റർ. നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടും നിങ്ങൾ ആ പറയുന്ന ഓഫീസ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ യു ഷെൽ ഡീം ടു ഹാവ് വെക്കേറ്റഡ് ദ ഓഫീസ് എന്നും ആക്ട് പറയുന്നുണ്ട്. സോ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ പറഞ്ഞ പ്രകാരം അയാളൊരു കൺസൾട്ടിംഗ് ഫേമിന്റെ പാർട്ട്ണറായി അവിടുത്തെ മിസ്റ്റർ അജയ് എന്ന് പറയുന്ന അയാൾ ഓഡിറ്ററായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട കമ്പനിയിലെ ഫൈനാൻസ് എക്സിക്യൂട്ടീവ് ആണ്, എംപ്ലോയ്മെന്റ് ഉള്ള ആളാണ്. സോ ഡിസ്ക്വാളിഫൈഡ്. സോ ഹി ഷാൽ വെക്കേറ്റ് ഹിസ് ഓഫീസ് ഓഫ് സച്ച് ഓഡിറ്റർ ആൻഡ് വെക്കേഷൻ ഷാൽ ബി ഡീം ടു ബി എ കാഷ്വൽ വേക്കൻസി ഇൻ ദ ഓഫീസ് ഓഫ് എൻ ഓഡിറ്റർ. അയാൾ വെക്കേറ്റ് ചെയ്ത് പോകണം. അങ്ങനത്തെ വെക്കേഷനെ കാഷ്വൽ വേക്കൻസി ആയിട്ടാണ് ആക്ട് കാണുന്നത് ഈ പറയുന്ന പ്രസന്റ് കേസിൽ. അനാലിസിസ് കൺക്ലൂഷനിൽ മിസ്റ്റർ പ്രേം ഓഡിറ്റർ ഓഫ് എ ലിമിറ്റഡ് ആണ്, കൺസൾട്ടിംഗ് ഫേമിന്റെ പാർട്ട്ണറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അവിടെ അജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി പാർട്ട്ണറുമാണ്, അജയ് ഫൈനാൻസ് എക്സിക്യൂട്ടീവ് ആണ്. സോ 141 സബ്സെക്ഷൻ 3യുടെ ഡിസ്ക്വാളിഫിക്കേഷൻ അട്രാക്റ്റഡ് ആയി. Therefore, Mr. Prem shall deem to have vacated his office as an auditor. Vacate ചെയ്ത് കഴിയുമ്പോൾ such vacancy shall be deemed to be a casual vacancy. So A ലിമിറ്റഡിന്റെ ഓഫീസ് വെക്കേറ്റ് ചെയ്ത് പോകണം. അടുത്തത് മിസ്റ്റർ ടോം, a practicing chartered accountant holds securities in B Limited. So Mr. Tom practicing chartered accountant ആണ്, B Limitedൽ securities hold ചെയ്യുന്നു with a face value of 1 lakh. Considering this, can Mr. M be appointed as Mr. Tom be appointed as an auditor of B Limited? No. ഓഡിറ്ററിന് ഒരിക്കലും സെക്യൂരിറ്റി ഓഫ് എനി വാല്യൂ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് 1 rupee ആണെങ്കിലും 2 rupee ആണെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ റിലേറ്റീവ് ഓഫ് ദ ഓഡിറ്ററിന് ആക്ട് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ട് പറയണം, ഓക്കെ ഫേസ് വാല്യൂ അപ് ടു 1 lakh പെർ റിലേറ്റീവ് ഫേസ് വാല്യൂ അപ് ടു 1 lakh വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഞാൻ പഠിപ്പിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റനിൽ മാർക്കറ്റ് വാല്യൂ തരും, നിങ്ങളെ നോക്കണ്ട, നിങ്ങൾ ഫേസ് വാല്യൂ മാത്രം നോക്കിയാൽ മതി. ദിസ് ഇസ് ഓൺലി ആപ്ലിക്കബിൾ, ദിസ് എക്സെപ്ഷൻ ഇസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ എ റിലേറ്റീവ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓഡിറ്റർ. ഇവിടെ മിസ്റ്റർ ടോം തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത് ഓഫ് 1 lakh. സോ ഡിസ്ക്വാളിഫൈഡ് as per 141 subsection 3, deemed to have vacated his office. ഇവിടെ again I said ക്ലോസ് ഓർക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഓർത്താൽ മതി. 141 subsection 3 clause D sub clause 1 പ്രകാരം auditor disqualified ആകും if he or his relative or partner holds any security or interest in the company. പക്ഷേ റിലേറ്റീവിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്, അപ് ടു 1 lakh വേണമെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഈ പ്രസന്റ് കേസിൽ മിസ്റ്റർ ടോം അയാൾ തന്നെ, ആ ഓഡിറ്റർ, ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെയാണ് 1 lakh വരെ ഹോൾഡ് ചെയ്യുന്നത്, ഫേസ് വാല്യൂ ഓഫ് 1 lakh. സോ അയാളെ നമുക്ക് എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അടുത്തത്, referring to the provisions of FEMA, state the kind of approval required for the following transactions. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ you will have to be very careful with current account transaction ആണോ, capital account transaction ആണോ, എന്ത് ടൈപ്പ് ഓഫ് അപ്രൂവൽ ആണ്, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ ആണോ, RBI അപ്രൂവൽ ആണോ, all this thing has to come to your mind. So first one, A requires $5,000 for remittance towards hiring charges of transponders. Yes, അത് ചെയ്യാൻ വേണ്ടി പറ്റും with the approval of the CG. നമുക്ക്
പൈസ റെമിറ്റൻസ് ഫോർ ടുവേർഡ്സ് ഹയറിംഗ് ചാർജസ് ഓഫ് ട്രാൻസ്പോണ്ടേഴ്സ് വിത്ത് ദി അപ്രൂവൽ ചെയ്യാൻ വേണ്ടി പറ്റും. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ മാത്രം എടുത്താൽ മതി. അക്കോർഡിംഗ് ടു സെക്ഷൻ 5 ഓഫ് ദ FEMA, certain rules have been made for drawal of the foreign exchange for current account transaction. As per these rules, foreign exchange for some of the current account transaction is prohibited. ഈ റൂൾ പ്രകാരം ചിലതിന് നിങ്ങൾക്ക് പെർമിഷൻ എടുത്ത് നിങ്ങൾക്ക് ഡ്രോവൽസ് നടത്താം, ചിലതിന് നിങ്ങൾക്ക് ഒരു രീതിയിലും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സച്ച് ട്രാൻസാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ആസ് prohibited transaction as per the rules. Now, as regards some other current account transaction, foreign exchange can be drawn with the prior permission of CG, while in case of some current account transaction, prior permission of RBI of India is required. But chala case RBI approval, chala case central government approval, chala case it is a prohibited transaction. ഫസ്റ്റ് വൺ മാത്രമാണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചത്. സോ അതായത് ട്രാൻസ്പോണ്ടേഴ്സിന് വേണ്ടിയിട്ട് $5,000 നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുമോ. ഇറ്റ് ഇസ് എ കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ. ആരുടെ അപ്രൂവൽ എടുത്താൽ മതി? സിജിയുടെ അപ്രൂവൽ എടുക്കുക ഫോർ ഹയർ ചാർജസ് ഓഫ് ദ ട്രാൻസ്പോണ്ടേഴ്സ്. സോ ട്രാൻസ്പോണ്ടേഴ്സിന് വേണ്ടിയിട്ട് യു ക്യാൻ ടേക്ക് ദ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദെൻ യെസ് യു ക്യാൻ ഹാവ് എ ഡ്രോവൽ ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച്. Second one is B requires $2,000 for payment related to callback services of telephone. Callback services of telephone. So callback services of telephone is a prohibited transaction. So അതിനകത്ത് CGയുടെ അപ്രൂവൽ എടുത്തിട്ടോ RBIയുടെ അപ്രൂവലിന്റെ കാര്യം അവിടെ വരുന്നില്ല. ആക്ട് തന്നെ അതിനെ എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? പ്രൊഹിബിറ്റഡ് ട്രാൻസാക്ഷൻ. സോ മറ്റേ പേയ്മെന്റ് റിലേറ്റഡ് ടു കോൾ ബാക്ക് സർവീസസിന് വേണ്ടി യു കനോട്ട് ഹാവ് ഡ്രോവൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ബിക്കോസ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് FEMA Act ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ആസ് എ പ്രൊഹിബിറ്റഡ് ട്രാൻസാക്ഷൻ. നോക്കാം. ഡ്രോവൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഫോർ പേയ്മെന്റ് റിലേറ്റഡ് ടു കോൾ ബാക്ക് സർവീസ്, സെയിം ക്വസ്റ്റ്യൻ തന്നെ എഴുതിയേക്കുക. Mr. is classified as a prohibited transaction. Mr. B cannot obtain $2,000 for the said purposes. ബാക്കി എല്ലാ കേസിലും ഫോറിൻ എക്സ്ചേഞ്ച് അലൗഡ് ആണ്. ജനറൽ സ്പെസിഫിക് പെർമിഷൻ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സോ അതിനെപ്പറ്റി നിങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവണം. വളരെ ക്ലിയർ ആയിട്ട് ചെറിയ നോട്ട്സ് ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ റിവൈസ്. ഏതൊക്കെ ട്രാൻസാക്ഷൻസിന് RBIയുടെ അപ്രൂവൽ വേണം, ഏതൊക്കെ ട്രാൻസാക്ഷന് CGയുടെ അപ്രൂവൽ വേണം, ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രൊഹിബിറ്റഡ് ട്രാൻസാക്ഷൻസ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് എപ്പോഴും ഒരു കേസ് ബേസ് ക്വസ്റ്റ്യൻ വരാറുണ്ട് പൊതുവെ. So I hope this question is also clear. Next one, deposits in a base in the question. Mr. Romit, ഇതൊക്കെ ഞാൻ പറഞ്ഞ കുറച്ച് കണ്ടീഷൻസ് മറന്നു പോയാൽ കുറച്ച് ട്രിക്കി ആയിരിക്കും. Mr. Romit is an employee of PQR Trading Private Limited. As per his contract of employment, his annual salary is 5 lakh. Our annual salary 5 lakh ആണ്. Mr. Romit paid to the company 5,30,000 in the nature of non-interest bearing security deposit. Non-interest bearing security deposit പോലെ നിങ്ങൾ കമ്പനിക്ക് പൈസ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങളുടെ ആനുവൽ സാലറിയെക്കാളും അത് കൂടരുത്. അതാണ് റൂൾ 2(1)(c) പറയുന്നത്. സോ ആനുവൽ സാലറിയെക്കാളും കൂടുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് കാണണം? Deposits ആയിട്ട് കാണും. Referring to the provisions of Companies Act 2013, decide whether this amount received from Mr. Romit will be considered as deposit. Yes. നിങ്ങളുടെ ആനുവൽ സാലറിനെ എക്സീഡ് ചെയ്തില്ലായിരുന്നു എന്ന് വിചാരിക്കുക, 4,90,000 ആണെന്ന് വിചാരിക്കുക, എങ്കിൽ ഡെപ്പോസിറ്റ് ആവില്ലായിരുന്നു. അയാളുടെ ആനുവൽ സാലറി ഇസ് ഓൺലി 5 lakh rupees. അയാൾ എത്ര രൂപയാണ് കമ്പനിക്ക് കൊടുത്തേക്കുന്നത്? 5,30,000 rupees. സോ ഒരിക്കലും വിചാരിക്കരുത് അപ് ടു 5 lakh വരെ ഡെപ്പോസിറ്റ് അല്ല, 30,000 മാത്രമാണ് ഡെപ്പോസിറ്റ്. നോ, ദ മൊമെന്റ് ഇറ്റ് ഇസ് എക്സീഡിംഗ് ദ ലിമിറ്റ്, ദ എൻറ്റയർ എമൗണ്ട് വിൽ ബി ട്രീറ്റഡ് ആസ് എ ഡെപ്പോസിറ്റ്. എപ്പോഴും സ്റ്റുഡൻസിനോട് ഡൗട്ടാണ്. അതുവരെ ഡെപ്പോസിറ്റ് അല്ല, എക്സീഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഡെപ്പോസിറ്റ്. ദ എൻറ്റയർ എമൗണ്ട് ഇസ് ക്ലാസിഫൈഡ് ആസ് എ ഡെപ്പോസിറ്റ്. നോ, റൂൾ 2(1)(c) പ്രകാരം ഏതൊക്കെയാണ് ഡെപ്പോസിറ്റ്സ് അല്ലാത്തത്, ഏതൊക്കെയാണ് ഡെപ്പോസിറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ റൂൾ 2(1)(c) പ്രകാരം എനി എമൗണ്ട് റിസീവ് ഫ്രം ആൻ എംപ്ലോയി നോട്ട് എക്സീഡിംഗ് ഹിസ് ആനുവൽ സാലറി അണ്ടർ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ദ നേച്ചർ ഓഫ് നോൺ ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് ഡെപ്പോസിറ്റ്. ഇതേ ക്വസ്റ്റനിൽ 4,90,000 ആയിരുന്നു എങ്കിൽ, നോൺ ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെ കൊടുക്കുമായിരുന്നു എങ്കിൽ അതിനെ ഡെപ്പോസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ലായിരുന്നു. ഇവിടെ ആനുവൽ സാലറിയെക്കാളും എക്സീഡ് ചെയ്തു, അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്തത്? ഡെപ്പോസിറ്റ് ആയി ട്രീറ്റ് ചെയ്തത്. ഇൻ ദ ഗിവൻ കേസ് 5,30,000 was received by PQR Trading Private Limited as a non-interest bearing security deposit from its employee Mr. Romit, and the annual salary is only 5 lakh. Accordingly, amount of 5,30,000 received from Mr. Romit will be considered as deposit. The entire amount will be considered as deposit because any amount exceeding the annual salary will be treated as deposit as per rule 2(1)(c). Okay. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റൻസിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 lakh വരെ വന്നു, അപ്പം എക്സസിങ്, ഇപ്പം ഞാൻ എനിക്ക് നിങ്ങൾ ചിന്തിക്കുന്ന മാക്സിമംസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. സംതിങ് മോർ ഇഫ് യു ഫീൽ ഇതിങ്ങനെ വരുമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ യു കെൻ ഡെഫിനറ്റ്ലി റൈറ്റ് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്.
I'll be replying to your doubts. Okay, next one. MNO Limited are finalizing its financial statements and found that the value of one of its property has increased. The company came across certain other transactions also and got confused as to what should be included in the free reserves. The company has approached you to define to them the meaning of the term free reserve for dividend distribution as per the provisions of Companies Act 2013. ഇവിടെ നിങ്ങൾ വേറെ ഒന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. 2 clause 43 പ്രകാരം ഫ്രീ റിസർവ്സിന്റെ ഡെഫിനിഷൻ അങ്ങ് എഴുതുക. ഓക്കെ, according to section 2 clause 43 of the Companies Act 2013, free reserves means such reserves which as per the latest audited financial statements അല്ലെങ്കിൽ balance sheet of a company are available for the distribution of dividend. ആ പറയുന്ന reserve shall be available for the payment of dividend provided that any amount representing unrealized gain agam, notional gain agam, revaluation of assets agam, whether shown as a reserve or otherwise. So unrealized gain or notional gain or revaluation of assets ചെയ്തിട്ട് കാണിക്കുന്ന റിസർവിനെയോ ഫ്രീ റിസർവ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. Any change in carrying amount of an asset or a liability recognized in equity, including the surplus in the P&L account on the measurement of the assets or liability at fair value. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാരിങ് അമൗണ്ടിൽ ഒരു ചേഞ്ച് വന്നത് അസറ്റിന്റെ ആകാം ലയബിലിറ്റിയുടെ ആകാം ഇൻക്ലൂഡിംഗ് ദ സർപ്ലസ് ഇൻ P&L ആകാം ഫെയർ വാല്യൂല് കാണിച്ചിട്ടുള്ളത് നിങ്ങൾ അതിനെ ഒന്നും ഫ്രീ റിസർവ് ആയിട്ട് കാണരുത്. സോ 2 clause 43 പ്രകാരം നോഷണൽ ഗെയിൻ അൺറിയലൈസ് ഗെയിൻ റീവാലുവേഷൻ ഓഫ് റിസർവ് ഒന്നും ഫ്രീ റിസർവ് ആയിട്ട് നിങ്ങൾ കാണരുത്. എനി ചേഞ്ച് ഇൻ ദ ക്യാരിങ് amount of an asset അല്ലെങ്കിൽ liability recognized in the equity, even surplus in the P&L ഫെയർ വാല്യൂവിൽ കാണിക്കുന്നത് ഒന്നും നിങ്ങൾ ഫ്രീ റിസർവ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത് എന്നാണ് 2 clause 43 പ്രകാരം നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യം കൺക്ലൂഡ് ചെയ്യാം. സോ ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബവ് പ്രൊവിഷൻ, കാരണം അനാലിസിസ് കൺക്ലൂഷൻ കൊടുക്കുന്നില്ല, ദിസ് ഇസ് എ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. സോ ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബവ് പ്രൊവിഷൻ, MNO Limited while finalizing its FS can treat the above as free reserves. Can treat the above as free reserves. കാരണം ലേറ്റസ്റ്റ് ഓഡിറ്റഡ് FS പ്രകാരം ഇതൊഴികെ ബാക്കി വരുന്നതല്ല ഫ്രീ റിസർവ് ആയിട്ട് നിങ്ങൾക്ക് കാണാം, വിച്ച് ഇസ് അവൈലബിൾ ഫോർ ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. കൺക്ലൂഡ് ചെയ്യണം, ഇത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലേ. ഇതൊക്കെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചപ്പോഴേ എന്തായാലും വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജനറൽ ക്ലോസ് ഇന്റർപ്രിട്ടേഷൻ കുട്ടികൾക്ക് പൊതുവെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആക്സ് അല്ലേ. അപ്പൊ ഞാനത് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന മൂവബിൾ പ്രോപ്പർട്ടി, ഓത്ത്, ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് കൂടുതൽ ചോദിക്കുക. സോ നമ്മുടെ ക്ലാസ്സസ് ഓൾറെഡി ഇതൊക്കെ നല്ല ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ദിസ് ഇസ് വെരി ഈസി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചേക്കുന്നത്. Explain the following with a reference to the provisions of General Clause Act 1897, movable property. Movable property അല്ലാത്ത എല്ലാ, immovable property അല്ലാത്ത എല്ലാ property movable property. That's a definition. 3 clause 36 of General Clause Act പ്രകാരം movable property shall mean property of every description except immobile property. Any property which is not immobile property is movable property. Immobile property അല്ലാത്ത എല്ലാ പ്രോപ്പർട്ടിനെ നമുക്ക് movable property ആയിട്ട് ട്രീറ്റ് ചെയ്യാം. വെരി ഈസി അല്ലേ. അടുത്തത് ഓത്ത്. ഇപ്പൊ നമ്മുടെ ഓത്ത്, സ്വെയർ, ഇതിനെല്ലാം സെയിം അഫിഡവിറ്റ് എല്ലാത്തിനും സെയിം ഇതായിരുന്നു, സെക്ഷൻ നമ്പേഴ്സ് മാത്രമേ മാറുന്നുണ്ടായിരുന്നുള്ളൂ. According to section 3 clause 37 പ്രകാരം oath shall include affirmation and declaration in the case of persons allowed to affirm or declare instead of swearing. Same definition ആ മറ്റേതിനും വരിക. You just have to change the section numbers. ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Okay, next is also not at all a tricky question, very easy question. നമ്മുടെ സെക്ഷൻ 8 കമ്പനിയുടെ ഒക്കെ എന്ത് ട്രിക്കി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഇൻട്രസ്റ്റ് പ്രകാരം CG ലൈസൻസ് റിവോക്ക് ചെയ്യുമ്പോൾ അമാൽഗമേറ്റ് ചെയ്യണോ, സെൽ ഓഫ് ചെയ്യണോ, എക്സസ് വരുന്ന സർപ്ലസ് എന്ത് ചെയ്യണം, അങ്ങനത്തെ ക്വസ്റ്റൻസ് നമ്മൾ ചെയ്തത്. അത് വെച്ച് നോക്കുമ്പോൾ ദീസ് ക്വസ്റ്റൻസ് ആർ വെരി സിമ്പിൾ. Explain the provisions of Companies Act 2013. Who can get a license to operate as a Section 8 company? Say, in order to promote science, arts, commerce, culture, our central government ഒരു application കൊടുക്കുക, license obtain ചെയ്യുക, same provision. So, Section 8 company, as per Section 8 of the Companies Act 2013, the CG, that is ROC in its behalf, may grant a license if it is proved to the satisfaction that ഒരു person ആകാം അല്ലെങ്കിൽ association of person proposed to be registered under Companies Act as a limited company has in its objects in the memorandum for the promotion of commerce, arts, science, sports, education, social welfare, religion, charity, etc.
It intends to apply its profit എന്ന് ഓർക്കേണ്ട surplus എന്ന് ഓർത്താൽ മതി. It intends to apply its surplus or other income in promoting its objects. അതിന് കിട്ടുന്ന പൈസ ഒരിക്കലും വേറൊരു പർപ്പസിന് ഉപയോഗിക്കാൻ പാടില്ല. ഏത് പർപ്പസിനാണോ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, പ്രൊമോഷൻ ഓഫ് സയൻസോ ആർട്സോ കൊമേഴ്സോ കൾച്ചർ, എന്തിനാണോ ആ പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ആ പറയുന്ന ഒബ്ജക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ പറയുന്ന സർപ്ലസ് ആയിട്ടുള്ള പൈസ അല്ലെങ്കിൽ അതർ ഇൻകം ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. It intends to prohibit payment of any dividend to its members. കാരണം പ്രോഫിറ്റ് ഉള്ളപ്പോൾ പ്രോഫിറ്റിന് ഒരു ഭാഗം എടുത്താണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ പ്രോഫിറ്റ് എന്നൊരു കോൺസെപ്റ്റേ ഇല്ല. വാട്ട് എവർ സർപ്ലസ് ഓർ അതർ ഇൻകം ദാറ്റ് യു ഗെറ്റ് യു വിൽ ബി യൂസിംഗ് ഫോർ പ്രൊമോട്ടിംഗ് ദ ഒബ്ജക്ട്സ്. ദെയർഫോർ ഈ പറയുന്ന സെക്ഷൻ കമ്പനി അതിന് കിട്ടുന്ന പൈസ ഒരിക്കലും ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത, Verma Limited has its equity share capital of 20,000 shares at 10 each. The company has received a requisition from Mr. J. This important ആണ്. Equity share capital 20,000, 10 each. Company has received a requisition from Mr. J and Mr. Narayan, each holding 3,000 equity shares to call a EGM to remove the managing director of a company who has been found to be involved in some malpractices. The company failed to call the said meeting. Section 100 പ്രകാരം റിക്വസിഷനിസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ റിക്വസിഷനിസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി EGM വിളിച്ചു കൂട്ടണം. റിക്വസിഷൻസ് നമ്പർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. കമ്പനി വിളിച്ചു കൂട്ടണം. കമ്പനി ഫെയിൽ ചെയ്താൽ അത് ആ റിക്വസിഷനിസ്റ്റ് തന്നെ വിളിച്ചു കൂട്ടാം. The requisitioners desire to call the meeting by themselves to pass a resolution to remove the managing director. MD റിമൂവ് ചെയ്യാൻ വേണ്ടി അവർ തന്നെ മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ബിക്കോസ് the company did not call such EGM. Explain the validity of such resolution passed in the said meeting, referring to the provisions of Companies Act 2013. As per section 100 subsection 2 of the Companies Act 2013, read with rule 17 of the company rules, the board shall, on the requisition of, in case of a company having a share capital of at least 1/10 of such paid up share capital hold in the shareholders a request കൊടുക്കുമ്പോ they shall call the meeting. The board shall call the requisitioners meeting. The requisition shall set out the matters for consideration, which is to be signed by all requisitionists. ആ requisitionന്റെ കൂടെ ഞങ്ങൾ എന്തിനാണ് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്, this is a reason എന്ന് പറഞ്ഞ് എല്ലാ requisitionistum അവിടെ ഒപ്പിട്ടിരിക്കണം. അടുത്തത്, ബോർഡ് എത്ര ദിവസത്തിനുള്ളിൽ വിളിച്ചു കൂട്ടുക. ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ഇമ്പോർട്ടന്റ്. ബോർഡ് 21 ഡേ നോട്ടീസ് കൊടുക്കുക, വാലിഡ് നോട്ടീസ് കൊടുക്കുക. എന്നിട്ട് 45 ദിവസത്തിനുള്ളിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. റിക്വസിഷൻ കിട്ടി 45 ഡേയ്സിനുള്ളിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. സോ 21 ക്ലിയർ ഡേ നോട്ടീസ് കൊടുക്കുക. എന്നിട്ട് റിക്വസിഷൻ കിട്ടി ഡേറ്റ് ഓഫ് ഡെപ്പോസിഷൻ നടന്നിട്ട് വിതിൻ എ പീരീഡ് ഓഫ് 45 ഡേയ്സ് വിളിച്ചു കൂട്ടുക. ഇനി ബോർഡ് ഈ പറഞ്ഞ പോലെ 45 ഡേയ്സിനുള്ളിൽ വിളിച്ചു കൂട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആർക്ക് വിളിച്ചു കൂട്ടാം? റിക്വസിഷനിസ്റ്റിന് വിളിച്ചു കൂട്ടാം. സോ ഇഫ് ദ ബോർഡ് ഡസ് നോട്ട് വിതിൻ 21 days of the receipt of valid requisition proceed to call a meeting on a day not later than 45 days from the date of such requisition, the meeting may be called by the requisitionists themselves within a period of 3 months. So 3 months നുള്ളിൽ വിളിക്കുക. So 21 ഡേക്ക് ആ റിക്വസിഷൻ കിട്ടി 21 ഡേയ്സിനുള്ളിൽ വാലിഡ്ലി കോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ 21 ക്ലിയർ ഡേ നോട്ടീസ് കൊടുക്കുക. 45 ദിവസത്തിനുള്ളിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. ബോർഡ് ഇനി എങ്ങാനും മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് റിക്വസിഷൻ കിട്ടി 3 മാസത്തിനുള്ളിൽ റിക്വസിഷനിസ്റ്റ് തന്നെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. എന്തൊക്കെ എക്സ്പെൻസസ് വന്നാലും അത് ആരും റീംബേഴ്സ് ചെയ്ത് കൊടുക്കണം? ബോർഡ്. Section 100 further provides that requisitioners shall call and hold the meeting in the same manner as may be called by the board. ഇത് കാരണം എന്ത് എക്സ്പെൻസ് വന്നാലും ഇറ്റ് ഷാൽ ബി റീഇംബേഴ്സ്ഡ് ടു ദ റിക്വസിഷനിസ്റ്റ് ബൈ ദ കമ്പനി. ഇത് ശരിക്കും ബോർഡല്ലേ വിളിച്ചു കൂട്ടണ്ടേ? സോ ബോർഡ് വിളിച്ചു കൂട്ടാത്തത് കൊണ്ടല്ലേ റിക്വസിഷൻസ് വിളിച്ചു കൂട്ടിയത്. കമ്പനി റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കണ്ടേ? കമ്പനി ഇത് ആരുടെ അടുത്തുനിന്ന് പിടിച്ചെടുത്തോളും? ഈ ഡയറക്ടേഴ്സ് വേണ്ടേ വിളിച്ചു കൂട്ടാനായിട്ട്. സോ ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷന്റെ അടുത്തുനിന്ന് ഇത് ഡിഡക്ട് ചെയ്തോളും. അതായത് ബോർഡ് വിളിക്കേണ്ട സ്ഥാനത്ത് ബോർഡ് 45 ഡേയ്സിനുള്ളിൽ വിളിച്ചിട്ടില്ല, 3 മന്ത്സിനുള്ളിൽ റിക്വസിഷനിസ്റ്റ് വിളിക്കുമ്പോൾ അവർക്ക് എന്ത് എക്സ്പെൻസ് വന്നാലും കമ്പനി അത് റീഇംബേഴ്സ് ചെയ്യണം. കമ്പനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, ബോർഡ് ആയിരുന്നില്ലായിരുന്നു വിളിക്കേണ്ടത്. സോ ബോർഡിന്റെ 197 പ്രകാരമുള്ള റെമ്യൂണറേഷനിൽ നിന്ന് അത് പിടിക്കും. പിടിച്ചിട്ട് ബാക്കി മാത്രമേ അവർക്ക് റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കുള്ളൂ. ബിക്കോസ് ബോർഡ് വാസ് സപ്പോസ് ടു കോൾ ദ മീറ്റിംഗ്. ഈ പറയുന്ന കേസിൽ അവര് റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ് MD-നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ 1/10 ഓഫ് ദ ആൾക്കാർ, ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഉള്ള ആൾക്കാർ 1/10 ഓഫ് ദ ആൾക്കാർ റിക്വസിഷൻ കൊടുക്കുക. എന്നിട്ട് ഈ പറയുന്ന മീറ്റിംഗ് വാലിഡ്ലി കോൾ ചെയ്യുക. ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഓർത്താണ്. 21, 45, 3 months. ക്ലിയർ അല്ലേ? രണ്ടുപേരും ഹോൾഡ് ചെയ്യുന്നത്, അതായത് ജെയും നമ്മുടെ ഇതും ഹോൾഡ് ചെയ്യുന്നത്, നാരായണൻ ഹോൾഡ് ചെയ്യുന്നത് 60,000 ആണ്. ഈച്ച് ഹോൾഡിംഗ് 30,000 ഈച്ച്. രണ്ടുപേരും അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ മോർ ദൻ 1/10 ആയല്ലോ.
സോ അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി വാലിഡ്ലി കോൾഡ് ആണ്, ഒരു കുഴപ്പമില്ല. ആ പറയുന്ന മീറ്റിംഗിൽ പാസ്സാക്കുന്ന റെസൊല്യൂഷൻ വാലിഡ് ആണ്. സോ എന്തൊക്കെ എക്സ്പെൻസസ് ആ റിക്വസിഷൻസ് വന്നിട്ടുണ്ടോ കമ്പനിയുടെ അടുത്തുനിന്ന് റീഇംബേഴ്സ് ചെയ്തെടുക്കാം, കമ്പനിക്ക് അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ അടുത്തുനിന്ന് ഡിഡക്ട് ചെയ്യും. Again, very simple question. Does an explanation added to a section widen the ambit of a section? അതായത് സെക്ഷൻ പറയുന്നതിനേക്കാളും കൂടുതൽ കാര്യമാണ് പൊതുവെ എക്സ്പ്ലനേഷൻ അത് പറയുക? ഇല്ല. It will never widen the ambit of a section. Sometimes an explanation is added to a section of an act. നിങ്ങളുടെ കമ്പനീസ് ആക്ടിനകത്ത് എത്ര സ്ഥലത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്? ഫർദർ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബേസിക്കലി ആഡഡ് ടു ദ സെക്ഷൻ ഓഫ് an act for the purpose of explaining the main provision contained in that section. ആ സെക്ഷനകത്ത് പറഞ്ഞേക്കുന്ന മെയിൻ പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു വേർഡ് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, ചിലപ്പോൾ അത് കുറച്ചും കൂടെ ഫർദർ ക്ലാരിറ്റി കിട്ടാനായിട്ടായിരിക്കും എക്സ്പ്ലനേഷൻ സെക്ഷന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്തെങ്കിലും ആംബിഗ്വിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, സം കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ, സം കൈൻഡ് ഓഫ് non-clarity ഉണ്ടെന്നുണ്ടെങ്കിൽ, if there is some ambiguity in the portions of the main section, explanation insert ചെയ്തിട്ട് അത് harmonize ചെയ്യും to clear up the ambiguity. Something may be added or something may be excluded from the main provision by insertion of an explanation, but the explanation should not be construed to widen the ambit of the section. So സെക്ഷൻ പറയുന്നതിനേക്കാളും it will not widen that ambit, but yes, കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുക, കുറച്ചും കൂടെ ആംബിഗ്വിറ്റി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുക. ദാറ്റ് ഈസ് ബേസിക്കലി ദ പർപ്പസ് ഓഫ് ഹാവിംഗ് ആൻ എക്സ്പ്ലനേഷൻ ടു ദ സെക്ഷൻ. നിങ്ങളുടെ കമ്പനീസ് ആക്ടിൽ പല സെക്ഷൻ്റെ അടിയിലും യു ക്യാൻ ആക്ച്വലി സി എക്സ്പ്ലനേഷൻ. ഓക്കെ, മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ തന്നെ ഉണ്ട് കുറെ. ഇപ്പൊ ഇവിടെ വരെ നിങ്ങൾ നോക്കിയതിലും ഡെപ്പോസിറ്റ്സ്, ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ്, അവിടേക്കല്ലേ കുറച്ചൊന്ന് ട്രിക്കി ആയിട്ട് തോന്നുള്ളൂ, ബാക്കിയെല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. അടുത്തത്, Anuj Limited declared a final dividend to its shareholders at the AGM on 1st August 2024. As per the decision, the dividend payment was to be made within the stipulated period of 30-day period. So Anuj Limited final dividend declare ചെയ്തു. ഏജിത്തിലാണ് ഡിസിഷൻ പ്രകാരം ഡിവിഡൻഡ് കൊടുക്കേണ്ടത് within a stipulated 30-day period. ആക്ട് തന്നെയാണ് പറയുന്നത് 127 പ്രകാരം. However, due to internal financial constraints, the company failed to pay the declared dividend and did not dispatch the dividend warrant to the shareholders within the required time frame. 127 പ്രകാരം 30 days ഉള്ളിൽ കൊടുത്തിരിക്കണം. 30 days ഉള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പെനാൽറ്റി അട്രാക്റ്റഡ് ആകും. ചില എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ കാരണം കൊടുക്കാതിരിക്കുക എന്നുള്ളത് 127 എക്സെപ്ഷനകത്ത് കവേർഡ് അല്ല. എക്സെപ്ഷനകത്ത് കവേർഡ് ആണെങ്കിൽ പെനാൽറ്റി അട്രാക്റ്റഡ് ആവില്ല. എക്സെപ്ഷനകത്ത് കവേർഡ് അല്ലെങ്കിൽ 30 days ഉള്ളിൽ കൊടുക്കാത്തത് കൊണ്ട് പെനാൽറ്റി അട്രാക്റ്റഡ് ആവും. ദി ഡിഫോൾട്ട് കണ്ടിന്യൂഡ് അൺടിൽ 15th October 2024. 1st August 2024 ഡിക്ലെയർ ചെയ്ത 15th October 2024 വരെ കണ്ടിന്യൂ ചെയ്തു പോയി, ലീഡിംഗ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് കംപ്ലയിൻസ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദി സിനാരിയോ, what specific punishment and liabilities could the company and the directors face due to the failure to pay the declared dividend within 30-day period? So ഓഫീസേഴ്സും ഡയറക്ടേഴ്സും കമ്പനിയും എന്ത് പണിഷ്മെന്റ് ആണ് നേരിടാൻ പോകുന്നത്? ഗിവ് യുവർ ആൻസർ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. ഇറ്റ് ഇസ് 127 പെനാൽറ്റിയാണ്. സോ 127 പ്രകാരം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കണം വിതിൻ എ പീരീഡ് ഓഫ് 30 days. എല്ലാ ഡയറക്ടറും പണിഷബിൾ ആയിരിക്കും ഫോർ എ പീരീഡ് ഓഫ് 2 years. നോയിങ്ലി എ പാർട്ടി ടു ദ ഡിഫോൾട്ട് ആണ്. അതുപോലെ മിനിമം ഫൈൻ 1000 എവറി ഡേ അണ്ടിൽ സച്ച് ഡിഫോൾട്ട് കണ്ടിന്യൂസ്. ഇതാണ് ഓഫീസർ ഡയറക്ടറിന്റെ പണിഷ്മെന്റ് വരിക. കമ്പനി വേറെയാണ്, ബിക്കോസ് കമ്പനി വേറെ, ഡയറക്ടേഴ്സ് വേറെ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഡയറക്ടേഴ്സ് ആയിരുന്നു ചെയ്യേണ്ടിയിരുന്ന. സോ അവർക്ക് ഈ പറയുന്ന പെനാൽറ്റി വന്നു, കമ്പനിക്കും പെനാൽറ്റി വന്നു അറ്റ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 18% per annum. സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 18% per annum. എക്സെപ്ഷനകത്ത് കവേർഡ് ആകുമായിരുന്നു എങ്കിൽ ഈ പറയുന്ന പെനാൽറ്റി അട്രാക്റ്റഡ് ആവില്ല. നമുക്ക് കുറെ പെനാൽറ്റീസ് കമ്പനീസ് ആക്ട് പഠിക്കാനുണ്ട്. പക്ഷെ ദിസ് ഇസ് വൺ ഓഫ് ദോസ് പെനാൽറ്റി വിച്ച് ഐ സെഡ് വെരി ഇമ്പോർട്ടന്റ് ദ ക്ലാസ്. നമ്മൾ കുറെ ക്വസ്റ്റൻസും ചെയ്തെങ്കിൽ വർക്ക് ബുക്കിൽ പല വെറൈറ്റി കേസ് ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ട്. സോ ദിസ് ഇസ് വൺ ഓഫ് ദോസ് വെരി ഇമ്പോർട്ടന്റ് പെനാൽറ്റി വിച്ച് ഐ ഹാഡ് ആസ്ക്ഡ് യു ടു സ്റ്റഡി. അതുപോലെ ഡെപ്പോസിറ്റ്സിനകത്തെ പെനാൽറ്റി ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. അടുത്തത് ഫൈനാൻഷ്യൽ ഇയർ ഡെഫിനിഷൻ. Financial year according to section 2 clause 1 subclause L of the Limited Liability Partnership Act. LLP യുടെ ഫിനാൻഷ്യൽ ഇയർ ചോദിച്ചേക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ ഇൻ റിലേഷൻ ടു LLP മീൻസ് ഒന്നിനകത്ത് മാറ്റമില്ല കേട്ടോ, പക്ഷെ സെക്ഷൻ നമ്പർ മാറുമല്ലോ. The period from 1st day of April of a year to 31st day of March. കമ്പനീസ് ആക്ട് ആണെങ്കിലും സെയിം തന്നെയാണ്, ജസ്റ്റ് ദാറ്റ് എന്റെ സെക്ഷൻ നമ്പർ വ്യത്യാസം ഉണ്ടാവുമല്ലോ. However, in case of a LLP incorporated after 30th day of September of a year, ഇത് കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആക്കി വരും. ഇടയ്ക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ICA മെറ്റീരിയലിൽ. അത് നമ്മൾ ക്ലാസ് സോൾവ് ചെയ്തപ്പോൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? സോ 30th സെപ്റ്റംബറിന് ശേഷമാണ് ഒരു LLP തീരുന്നതെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വർഷം തീരൂല. I'll give you an example. Technically
1st April 2024 to 31st March 2025 ആണ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ എപ്പോൾ തുടങ്ങിയാലും ശരിക്കും 31st ഈ പീരീഡിന്റെ ഇടയ്ക്ക് എപ്പോൾ തുടങ്ങിയാലും 31st March 2025 അല്ലേ തീരേണ്ടത്. പക്ഷേ 30th September 2024 ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കാം. നമുക്ക് ഇന്നത്തെ ഡേറ്റ് തന്നെ എടുക്കാം. 10th December 2024 ആണ് സ്റ്റാർട്ട് ചെയ്തത്, which is after 30th September 2024. So 30th September ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ that the financial year will not end on that particular ആ പറയുന്ന പീരീഡിൽ തീരൂല, അതിന്റെ അടുത്ത വർഷമേ തീരുള്ളൂ. So it will end on 31st March 2026. Okay? Example also I said. So MTP അവർ ഭയങ്കര simple question ചോദിച്ചു. So same question they can ask as a case based question for your main exam. അടുത്തത്, this is another important thing which we had studied. What is the effect of proviso? Does it qualify the main provisions of the enactment? Explain with reference to interpretation of statute. Proviso ഒരു സെക്ഷനിലോട്ട് ആഡ് ചെയ്യുന്നത് in order to qualify something or in the stated particular section. നമ്മൾ പറയില്ല qualify something എന്ന് പറഞ്ഞാൽ exception to the section. ഇങ്ങനെയൊക്കെ സെക്ഷൻ പറയുന്നുണ്ടെങ്കിലും this is an exception. ഇപ്പൊ സ്മോൾ കമ്പനിയുടെ പ്രൊവിഷൻ നമ്മൾ പറയും എക്സെപ്ഷൻ, ഈ പറയുന്ന പ്രൊവിഷൻ ഹോൾഡിംഗ് സബ്സിഡിയറിക്ക് ആപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ നമ്മുടെ സെക്ഷൻ 8 കമ്പനിക്ക് ആപ്ലിക്കബിൾ അല്ല, സ്പെഷ്യൽ ആക്ട് അത് ആപ്ലിക്കബിൾ അല്ല. ദാറ്റ് ഇസ് ബേസിക്കലി വാട്ട് യു കോൾ നോട്ട് എ qualify something in that particular section. So proviso interpreted as a general rule ആണ്. proviso നമ്മൾ embed ചെയ്യുന്നത് to the main body of the section and becomes a integral part of it. So proviso to that particular section എന്ന് പറഞ്ഞാൽ ആ സെക്ഷൻ വേണ്ടി മാത്രമായിരിക്കും അത് applicable ആയിട്ട് വരിക. There is a cardinal rule of interpretation that proviso or exception to a particular provision only embraces a field which is covered by the main provision. ആ പറയുന്ന പെർട്ടിക്കുലർ സെക്ഷന് വേണ്ടി മാത്രമായിരിക്കും അത് ആപ്ലിക്കബിൾ ആകുക, അല്ലാണ്ട് മൊത്തം ചാപ്റ്ററിനല്ല. ഇഫ് ഐ സേ proviso to section 127 എന്ന് പറഞ്ഞാൽ 127 മാത്രമാണ് ആ എക്സെപ്ഷൻ ആപ്ലിക്കബിൾ, അല്ലാണ്ട് entire dividend ചാപ്റ്ററിനല്ല ആപ്ലിക്കബിൾ. So when we say proviso, it is only to that main particular provision and not for the entire act. If you want, you can recollect the case law. Illengi, it is okay. Proviso is another very preamble proviso. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന questions ആയിരുന്നു. Next one. Kishore, Kanshik, Yuvan and Bhora were partners in ABC Associates LLP. Yuvan resigned from the firm effective from 11th November 2024, but this was not informed to the ROC by the LLP or Yuvan. അപ്പോൾ നമ്മൾ ഇതും പറഞ്ഞതാണ്. I think RTP we discuss the same kind of question. അവ ഇറങ്ങി പോകുമ്പോഴാണെങ്കിൽ അത് നമ്മൾ LLP അറിയിക്കണം, LLP അത് ആരെ അറിയിക്കണം, നമ്മുടെ ROC-നെയും അറിയിക്കണം. Whether Yuvan will be still liable for the loss of the firm of transactions entered after 11th November 2024, give your answer as per the provisions of LLP. Technically നമ്മൾ നോട്ടീസ് കൊടുക്കാതെ ഇറങ്ങി പോകുവാണെന്നുണ്ടെങ്കിൽ you will be held liable even though you have actually resigned or retired ചെയ്ത് പോയെങ്കിലും that has to be intimated, a notice has to be filed, ഇല്ലെങ്കിൽ you will continue to be liable for the debts of the firm. Okay. According to section 24, where a person has ceased to be a partner of a LLP, the former partner is to be regarded as still being a partner unless a person has noticed that former partner has ceased to be a partner. Notice that former partner has ceased to be a partner of the LLP has been delivered to the ROC. ഒന്നെങ്കിൽ തേർഡ് പാർട്ടിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, നോട്ടീസ് കൊടുത്തിട്ടിരിക്കണം, അല്ലെങ്കിൽ ROC-ക്ക് ഒരു നോട്ടീസ് കൊടുക്കണം. ക്വസ്റ്റനിൽ എവിടെയും, അതായത് LLP-ക്ക് കൊടുത്തുന്നോ പബ്ലിക് നോട്ടീസ് കൊടുത്തുന്നോ ROC-ക്ക് കൊടുത്തുന്നോ ഒന്നും പറയുന്നില്ല. Therefore, by the virtue of above provision, no notice of resignation was given to ROC. Yuvan will be still liable for the loss of the firm of transactions entered after 11th November 2024. So remember, the notice has to be given to such third party. അല്ലെങ്കിൽ notice has to be filed with the ROC. ഇതിൽ ഏതെങ്കിലും വന്നാൽ മതി, or ആണ്, and അല്ല. So ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട്, രണ്ടെണ്ണത്തിൽ ഒരെണ്ണം പോലും സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട്, yes, will be held liable for the debts of the firm even after the resignation. Definitely will be held liable. Again, the auditor of ABC Limited, not a government company, has resigned on 31st December 2023. Not a government company ആണ്. While the financial year of the company ends on 31st March 2024. അപ്പോഴേ financial year തീരത്തുള്ളൂ. Explain how such an auditor shall be appointed. So vacancy ഉണ്ടാകുമ്പോൾ പൊതുവെ ആരാണ് അപ്പോയിന്റ് ചെയ്യുക? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അപ്പോയിന്റ് ചെയ്യുക. എന്നിട്ട് നമ്മളത് റാറ്റിഫൈ ചെയ്തെടുക്കണം, ഷെയർ ഹോൾഡേഴ്സിന് അടുത്തുനിന്ന് റാറ്റിഫൈ ചെയ്തെടുക്കണം. സിറ്റുവേഷൻ സ്റ്റേറ്റഡ് റിലേറ്റ്സ് ടു a കാഷ്വൽ വേക്കൻസി ആണ്. അപ്പോൾ കാഷ്വൽ വേക്കൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ പീരീഡ് കഴിയുന്നതിന് മുന്നേ, എക്സ്പയറി അയാളുടെ ടേം കഴിയുന്നതിന് മുന്നേ തന്നെ പുള്ളി റിസൈൻ ചെയ്തു പോകുന്നു. സോ നമ്മളിപ്പോൾ പറയുന്നത് നോട്ട് എ ഗവൺമെന്റ് കമ്പനിയാണ്, അതുകൊണ്ടാണ് ബോർഡ് ഫില്ല് ചെയ്യും എന്ന് പറഞ്ഞത്. So 139 subsection 8 പ്രകാരം കാഷ്വൽ വേക്കൻസി വരുമ്പോൾ ബോർഡാണ് അത് ഫില്ല് ചെയ്യുക within a period of 30 days.
In addition, the appointment of new auditor shall also be approved by the company at a general meeting within a period of 3 months of the recommendation of the board. So vacancy ഉണ്ടാകുമ്പോൾ within a period of 30 days board അത് fill ചെയ്യുക. However, അത് സെയിം ആര് റാറ്റിഫൈ ചെയ്യണം, ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് ആര് പറയണം, കമ്പനി ജനറൽ മീറ്റിംഗ് തന്നെ ഷെയർ ഹോൾഡേഴ്സ് അത് അപ്രൂവ് ചെയ്തിരിക്കണം. എപ്പോഴും ഓർത്തോണേ കാഷ്വൽ വേക്കൻസിയുടെ കാര്യം. Again, good faith is a repeated question. പൊതുവെ case-based questions are വരാറ്. What do you understand by the term good faith? Explain as per the provisions of General Clause Act. So good faith means 3 clause 22 of the General Clause Act പ്രകാരം things shall be deemed to be done in good faith where it is in fact done honestly, whether it is done negligently or not. Honest ആയിട്ട് ചെയ്യുക, നെഗ്ലിജൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓണസ്റ്റ് ആയിട്ട് ചെയ്യുമെങ്കിൽ ജനറൽ ക്ലോസ് ആക്ട് പ്രകാരം ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ ഫ്രം ഡിഫറെന്റ് ആക്ട് ഹാസ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് അല്ലെ, അതതായ ആക്ട് അത് പറയുന്നുണ്ടെങ്കിൽ അപ്രകാരം കേൾക്കുക. ഇനി അങ്ങനെയൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ യെസ്, ഈ ആക്ട് പ്രകാരം അത് ഓണസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് എ good faith. The question of good faith under General Clause Act is one of a fact. It is to determine with reference to the circumstances of the case. ഓരോ circumstance അനുസരിച്ചിട്ട് good faith ന്റെ അർത്ഥവും മാറിക്കൊണ്ടിരിക്കും. The term good faith has been defined differently in different enactment. പല ആക്ടുകളും പല രീതിയിലാണ് good faithനെ define ചെയ്തേക്കുന്നത്. The definition of good faith does not apply to the enactment which contains a special term definition of the term good faith, that the definition given in that particular enactment has to be followed. ഒരു പെർട്ടിക്കുലർ ആക്ട് ഗുഡ് ഫെയ്ത്തിനെ പറ്റി അവിടെ ആ ആക്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആക്ട് പ്രകാരം വേണം ഗുഡ് ഫെയ്ത്തിന്റെ മീനിങ് മനസ്സിലാക്കാൻ. ഒന്നും പറയുന്നില്ലെങ്കിൽ ജനറൽ ക്ലോസ് ആക്ട് ഒന്ന് റെഫർ ചെയ്യുക. അതുപോലെ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസിനനുസരിച്ച് നിങ്ങൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക. കാരണം ഈ പറയുന്ന മീനിങ് ആയിരിക്കില്ല വെൻ ഇറ്റ് കംസ് ടു ഇന്ത്യൻ കോൺട്രാക്ട്. സോ ഡിഫറെന്റ് ഇനാക്ട്മെന്റ് വിൽ ഹാവ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. Next, examine the validity of the following decision of the board of directors with reference to the provisions of Companies Act 2013. In an annual general meeting of a company having a share capital, 80 members present in person or by proxy holding more than 1/10 of the total voting power demanded for poll. എപ്പോഴും സ്റ്റുഡൻസിന് ഡൗട്ട് വരുന്നതാണ്, മെമ്പേഴ്സിന് മാത്രമേ പോള് ഡിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോക്സിനെ അപ്പോയിന്റ് ചെയ്തിട്ട് അവർക്ക് ഒരിക്കലും പോള് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. നോ, ഈവൻ പ്രോക്സി വഴിയാണെന്നുണ്ടെങ്കിലും പോള് ഡിമാൻഡ് ചെയ്യാം. ഇറ്റ്സ് എ ബിറ്റ് ട്രിക്കി ക്വസ്റ്റ്യൻ, ബട്ട് യെസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 109 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഡിമാൻഡ് ഓഫ് പോൾ ബിഫോർ ഓർ ഓൺ ദ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഓഫ് വോട്ടിംഗ് ഓൺ എനി റെസൊല്യൂഷൻ ഓൺ ഷോ ഓഫ് ഹാൻഡ്സ്. ഷോ ഓഫ് ഹാൻഡ്സ് എന്ന റിസൾട്ട് വഴി അക്സെപ്റ്റബിൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വി കൻ ഡിമാൻഡ് പോൾ. സോ അക്കോർഡിംഗ്ലി ലോ പറയുകയാണ് ആർക്കൊക്കെ നമുക്ക് പോള് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ പോൾ മേ ബി ഓർഡർ ടു ബി ടേക്കൺ ബൈ ദ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് ഓൺ ഹിസ് ഓൺ മോഷൻ ആൻഡ് ഷാൽ ബി ഓർഡർ ടു ബി ടേക്കൺ ബൈ ഹിം ഓൺ എ ഡിമാൻഡ് given by the following person. So ചെയർമാന് വേണമെന്നുണ്ടെങ്കിൽ പോള് ഡിമാൻഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന പ്രകാരം ഒരു കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മെമ്പേഴ്സ് പ്രസന്റ് ഇൻ പേഴ്സൺ ആണെങ്കിലും ബൈ പ്രോക്സി വഴിയാണെന്നുണ്ടെങ്കിലും they are allowed having not less than 1/10 of the total voting power or holding shares and aggregate sum of not less than 5 lakh rupees or such other higher amount as may be prescribed. So ഓർക്കുക, മെമ്പേഴ്സ് പ്രസന്റ് ഇൻ പേഴ്സൺ ആണെങ്കിലും പ്രോക്സി ആണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല. യു ക്യാൻ ഡിമാൻഡ് പോൾ പ്രൊവൈഡഡ് 1/10 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 5 lakh മറ്റേ aggregate sum of not less than 5 lakh നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, or such other higher amount as may be prescribed. So either 1/10 of the total voting power or 5 lakh aggregate ആയിട്ട് ഉണ്ടായിരിക്കണം, ഷെയർസ് aggregate ആയിട്ട് ഉണ്ടാവണം. നിങ്ങൾ മെമ്പേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, മെമ്പേഴ്സ് ഈവൻ ത്രൂ പ്രോക്സി ഡിമാൻഡ് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല. സോ ഗിവൻ കേസിൽ 80 members present in person or by proxy holding 1/10 of the total voting power demanded for poll, ആ പറയുന്ന കണ്ടൻഷൻ ചെയർമാൻ പറയാണ് വിളിക്കാൻ പറ്റില്ല എന്നാണ് ചെയർമാൻ പറയുന്നത്, അത് തെറ്റാണ്. റിജക്റ്റഡ് ദ റിക്വസ്റ്റ് എന്നാ പറയുന്നത്, അത് തെറ്റാണ്. സോ ചെയർമാൻ ഐദർ ഓൺ ഹിസ് ഓൺ മോഷൻ ഓർ മെമ്പേഴ്സ് ഹോൾഡിംഗ് 1/10 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ ഓർ 5 lakh aggregate ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് വിളിക്കാം. അത് മെമ്പേഴ്സ് ഇൻ പേഴ്സണും വിളിക്കാം, ത്രൂ പ്രോക്സിയും വിളിക്കാം. എപ്പോഴും ക്ലാസ്സിൽ സോൾവ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് ഡൗട്ടുള്ള സംഭവമായിരുന്നു, ത്രൂ പ്രോക്സി ക്യാൻ യു ഡിമാൻഡ്? യെസ്, ഒരു കുഴപ്പമില്ല. Okay, just continue. ABC Limited served a notice of the general meeting upon its members. The notice stated that a resolution to increase the share capital of the company would be considered at such meeting. Raj, a shareholder of the company, complained that the amount of the proposed increase was not specified in the notice. Is this notice valid? Notice valid alla, because notice inde koode nammal explanatory statement koode vekkanam. Section 102 prakaram very important aanu. So increase of share capital nu oru ordinary business alla, oru special business aanu. So special business ningal deal cheyyumbom ayinde koode endu koode vechirikkanam explanatory statement ennum koode
നിങ്ങൾ വെച്ചിരിക്കണം. സോ സെക്ഷൻ 102 പ്രകാരം ഒരു ജനറൽ മീറ്റിംഗ് അതർ ദെൻ AGM എല്ലാ ബിസിനസ്സും ട്രാൻസാക്ട് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ബിസിനസ് ആണ്. പിന്നെ 102 പ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് സ്പെഷ്യൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? നേച്ചർ, കൺസേൺ ഓർ ഇൻട്രസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ഓർ അതർവൈസ് ഇൻ റെസ്പെക്ട് ഓഫ് എവറി ഡയറക്ടർ, മാനേജർ, KMP, elder relative or any other information which will enable the members to understand the terms of the implications of the items of the business and the decisions taken thereon. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം? എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റിനകത്ത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ ഒബ്ജക്ഷൻ ഓഫ് ദ ഷെയർ ഹോൾഡർ വാലിഡ് ആണ്, ബിക്കോസ് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും നിങ്ങൾ എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. നോട്ടീസിന്റെ കൂടെ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് AGM വിളിച്ചു കൂട്ടാനകത്ത് നിങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ഇൻഫർമേഷൻ അബൌട്ട് ദ എമൗണ്ട് ഇസ് എ മെറ്റീരിയൽ ഫാക്ട്. അവിടെ ഇതൊന്നും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നില്ല. അതായത് ഡയറക്ടറിന്റെ നേച്ചർ, കൺസേൺ, ഫിനാൻഷ്യൽ ഓർ അതർവൈസ് അല്ലെങ്കിൽ KMP അവർ റിലേറ്റീവ്, അതൊന്നും ആപ്ലിക്കബിൾ ആവുന്നില്ല. പക്ഷെ വേറെന്തെങ്കിലും മെറ്റീരിയൽ ഇൻഫർമേഷൻ അത് മെമ്പേഴ്സിന്റെ നോളജിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കും. അബൌട്ട് ദ ഐറ്റംസ് ഓഫ് ദ ബിസിനസ് അത് പറഞ്ഞിരിക്കണം. സോ ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പോവാണ്, അതിനെപ്പറ്റി നോട്ടീസിനകത്ത് സ്പെസിഫൈ ചെയ്യാത്തത് തെറ്റാണ്, ചെയ്തിരിക്കണം. The notice is therefore not a valid notice considering the provisions of 102 of the Companies Act 2013. ഇതും പൊതുവെ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ലാസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013 ഇൻ റെസ്പെക്ട് ഓഫ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എ ഫോറിൻ കമ്പനി. നമ്മുടെ കോമൺ നമ്മൾ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി പഠിച്ചതിന്റെ സെയിം, അതിനകത്ത് കുറെ സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് സെയിം സംഭവം തന്നെയാണ്. ഇത് ബേസിക്കലി കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യയുടെ ഏരിയ ആണ്. പക്ഷെ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനിക്ക് നമ്മൾ പഠിക്കുന്ന അതേ പ്രൊവിഷൻ തന്നെയാണ്. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എ ഫോറിൻ കമ്പനി അക്കോർഡിംഗ് ടു ദ കമ്പനീസ് രജിസ്ട്രേഷൻ ഓഫ് ഫോറിൻ കമ്പനി റൂൾ 2014, every foreign company shall get its accounts pertaining to the Indian business operations shall be audited by a practicing chartered accountant in India or a firm or a LLP of practicing chartered accountant. ഒന്നെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ കൊണ്ടോ ഒരു ഫേമിനെ കൊണ്ടോ അല്ലെങ്കിൽ LLP ഓഫ് ചാർട്ടർ അക്കൗണ്ടൻസിനെ കൊണ്ടോ നിങ്ങൾ അത് ഓഡിറ്റ് ചെയ്ത് എടുക്കണം. The provisions of chapter 10 audit and auditors and rules made thereunder shall apply to such foreign company. Same, whatever is applicable. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, whatever is applicable to the accounts of a foreign company, auditors നമ്മൾ പഠിച്ചത് same is applicable to a foreign company. സെക്ഷൻ ഇതിനകത്ത് പഠിക്കണം എന്ന് ഞാൻ അത്ര പ്രയോറിറ്റി ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇഫ് യു ക്യാൻ റിക്കലക്ട്, ഗുഡ് ഇനഫ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പൊതുവെ കണ്ടിട്ടില്ല. ദിസ് ഇസ് എ ഫസ്റ്റ് ടൈം. പൊതുവെ അവരെ നിങ്ങൾക്ക് ഐറ്റംസ് തന്നിട്ട് യു വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ. ഇത് വന്നു കഴിഞ്ഞാൽ വെരി ഈസി ക്വസ്റ്റൻ ആണ്. കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എന്താണ് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയാണ്. 2 Clause J ഓഫ് ദ FEMA ആക്ട് പ്രകാരം മീൻസ് എ ട്രാൻസാക്ഷൻ അതർ ദാൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ. എന്തൊക്കെയാണ് വരിക? പേയ്മെന്റ് ഡ്യൂ ഇൻ കണക്ഷൻ വിത്ത് ഫോറിൻ ട്രേഡ്, അതർ കറന്റ് ബിസിനസ് സർവീസസ് ആൻഡ് ഷോർട്ട് ടേം ബാങ്കിംഗ് ക്രെഡിറ്റ് ഫെസിലിറ്റി, പേയ്മെന്റ് ഡ്യൂ ആസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആസ് നെറ്റ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, റെമിറ്റൻസ് ഫോർ ലിവിംഗ് എക്സ്പെൻസ് ഓഫ് പേരൻസ്, സ്പൗസ് ആൻഡ് ചിൽഡ്രൻസ് റിസൈഡിംഗ് അബ്രോഡ് ആൻഡ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ഫോറിൻ ട്രാവൽ, എഡ്യൂക്കേഷൻ, മെഡിക്കൽ കെയർ ഓഫ് പേരൻസ്, സ്പൗസ് ആൻഡ് ചിൽഡ്രൻ. ഓൾ ദീസ് ആർ ക്ലാസിഫൈഡ് ആസ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ അല്ലാത്ത എല്ലാ ട്രാൻസാക്ഷൻസും കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. ഇത് കൂടാതെ ഫോറിൻ ട്രേഡ് ചെയ്യാനായിട്ടോ അതർ കറന്റ് ബിസിനസ് സർവീസസോ ഷോർട്ട് ടേം ക്രെഡിറ്റ് ബാങ്ക് ഫെസിലിറ്റി കൊടുക്കുന്നത് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, നെറ്റ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്നത് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ്. ലിവിംഗ് എക്സ്പെൻസ് ഓഫ് പേരൻസ്, സ്പൗസ്, ചിൽഡ്രൻ ലിവിംഗ് ഔട്ട്സൈഡ് ഇന്ത്യ അത് കൊടുക്കുന്നത് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആണ്. ഫോറിൻ ട്രാവൽ, എഡ്യൂക്കേഷൻ, മെഡിക്കൽ കെയർ ഓഫ് ദ പേരൻസ്, സ്പൗസ് ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതും കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ്. ഇൻക്ലൂഡ്സ്. Okay, so if you actually see, ipo idinathu kore questions were included from management administration chapter, audit and auditors chapter. Kore questions vannittille. Baki like prospectus chapter, I couldn't find prospectus chapter, or I couldn't find pinne first chapter preliminary nu vannittund, definitions okke free reserve okke vannittund. But still what I feel aa preliminary chapter aikotte, incorporation of a company aikotte, allengil prospectus, then many other chapters. appo kuttikalkku anganthe impression varerudhu. This is only a mock test paper. appo ivide koodal management administration അല്ലെങ്കിൽ ഡിവിഡൻഡ് ചാപ്റ്റർ ഒക്കെയാണ് കുറെ കൂടെ പ്രയോറിറ്റി കൊടുത്തേക്കുന്നത്. സോ ആ ചാപ്റ്റേഴ്സ് കൂടുതൽ പഠിക്കാം. നോ, ഇവര് വെയിറ്റേജ് അങ്ങനെ വെയിറ്റേജ് പ്രയോറിറ്റി ആയിട്ടല്ല കൊടുത്തേക്കുന്നത്. അതായത് കുറെ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സിനകത്ത് വരുന്നുണ്ട് കേട്ടോ. സോ നെവർ ഗിവ് ലൈക്ക് ഈ MTP ഇങ്ങനെ വന്നുകൊണ്ട് വീൽ സ്റ്റഡി ദ മെയിൻ എക്സാം ഓൾസോ, അങ്ങനെ വിചാരിക്കരുത്. പ്ലീസ് 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 ഫോക്കസ് ഓൺ ദ
the mark criteria which is already provided. നമ്മൾ ടൈം ടേബിൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ആ PDF താഴെ പോയി നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഫോക്കസ് ഓൺ ദാറ്റ്. അക്കൗണ്ട്സ്, ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സിന്റെ ഡിവിഡന്റിനൊക്കെ നല്ല ഹൈ പ്രയോറിറ്റി ചാപ്റ്റേഴ്സ് തന്നെയായിട്ടാണ് അവർ കൊടുത്തേക്കണേ. അപ്പൊ അവരെ ആ പറയുന്നതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ ദിസ് ഇസ് വിത്ത് ഡിസ്ക്രിപ്റ്റീവ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്ര നേരം ഡിസ്കസ് ചെയ്താൽ ഏതെങ്കിലും ഒരു ഏരിയ ഒക്കെ മനസ്സിലാവാതെ അല്ലെങ്കിൽ ഇതിങ്ങനെ ആകുമോ ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. So again, ഒട്ടും ടൈം കളയാതെ തന്നെ let us start with the multiple choice questions. Okay? So let us start with the multiple choice question. Case based questions ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ നിങ്ങൾക്ക് അധികം മൾട്ടിപ്പിൾ ചോയ്സ് സോൾവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇല്ലല്ലോ. അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സിന് നിങ്ങൾ ടൈം മാനേജ്മെന്റ്, മറ്റേ ടൈം മാനേജ്മെന്റ് വേണ്ടെന്നല്ല, ബട്ട് സ്റ്റിൽ ഐ എം ടെലിംഗ് യു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന് കുറച്ചും കൂടെ നിങ്ങൾ ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം ഒരു 5 ക്വസ്റ്റ്യൻ എത്ര മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, 10 ക്വസ്റ്റ്യൻ എത്ര ടൈം വെച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്ലീസ് പ്രാക്ടീസ് ഇറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് യു ഡു ദാറ്റ്. കാരണം മൾട്ടിപ്പിൾ ചോയ്സിന് കുറെ സ്റ്റുഡൻസ് വെറുതെ കുറെ സമയങ്ങളെ എന്നിട്ട് വന്നിട്ട് പറയും ഡിസ്ക്രിപ്റ്റീവ് അറിയായിരുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് keep time both for descriptive as well as multiple choice. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് റെഫർ ചെയ്യാനായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ഭയങ്കര കുറവാണ്. സോ ഫോർ ദാറ്റ് ഐ എം ആസ്കിംഗ് യു പ്ലീസ് കീപ് എ ടൈമർ ഇൻ യുവർ ഫോൺ വൈൽ യു സോൾവ് ദ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ്. ഓക്കെ, ലെറ്റ് us start. Prakash Limited and Vasudha Private Limited were incorporated in Jan 1999. Mr. Vicky Tripathi and his family members. By Mr. Vicky Tripathi and his family members. So Prakash Limited and Vasudha Private Limited, VPL. Both the companies are engaged in the business of manufacturing machineries used in the agricultural sector. Mr. Vicky Tripathi and his younger brother Vinay Tripathi actively participate in the daily operations of both the companies. Vasudha Private Limited is wholly owned by Tripathi family. Vasudha Private Limited wholly owned by Tripathi family. Well, Tripathi family has a majority stake of 51% in Prakash Limited. Due to the poor economic conditions in the agricultural sector and shifting of the farmers' focus to more advanced farming techniques, the sales of Prakash Limited is dipping and its bottom line has been in the red for the last couple of years. It's dipping. Okay. The unabsorbed loss of Prakash Limited for the current financial year is 9.8 crore. Prakash Limited didn't pay any dividend in the last 4 years. Prakash Limited has accumulated profit in the form of free reserves of 180 crore. Free reserve 180 crore. Their paid up share capital is 918 crore as per the latest audited FS, and loss of 9.8 crore has not been deducted from such amount of free reserve. So loss adjust ചെയ്തിട്ടില്ല. Since pressure from the shareholders of free float is mounting, management at Prakash Limited decided to pay the dividend this year out of accumulated profit. So, decided to pay. Finally, the dividend was declared on 31st August 2024. Dividend declared. Some of the dividend remain unpaid on 30th September 2024 on account of operation of law. Exception of the covered honor. This was transferred to unpaid dividend account, and a statement containing only the names of such beneficiaries were hosted on the website of the company on 9th November 2024. എത്ര sections are connected നോക്കിയേ. Vasudha Private Limited is a mid-size unlisted entity with a few branches abroad. Mid-size unlisted entity, few branches, and is required to appoint an independent director. Required to appoint. During the immediately preceding financial year, net worth 280, turnover 590, net profit 45.8. The profits and other information for the immediately preceding 3 years are given below. The net profits are mentioned. Board of Directors of Vasudha Private Limited is not clear whether they have to compulsorily form a CSR committee. In order to avoid adverse legal consequences, Vasudha Private Limited constituted a CSR committee comprising of 2 non-executive directors, 1 executive director who was appointed as a chairperson of the company. On the basis of facts and applying the applicable portions of Companies Act and the applicable rules therein, choose a correct answer 1 out of the 4 of the following multiple choice of 2 marks each given here. 2 marks out of. In case of Prakash Limited regarding the unpaid dividend, which of the following statement is correct? Prakash Limited is guilty of non-payment of dividend because some of the dividends remain unpaid even after 30 days of declaration, which is operation of law. Prakash Limited is guilty because a list of beneficiaries of unpaid dividend is hosted on the website after 30 days from the date it falls in the category of unpaid dividend. Prakash Limited is guilty because a list of beneficiaries does not contain the latest known address of beneficiaries in the amount unpaid. Prakash Limited is not guilty because it has fulfilled all the provisions. Either C ആണ്.
കാരണം ലിസ്റ്റ് ഓഫ് ബെനിഫിഷ്യറീസ് മാത്രം കൊടുത്തിട്ടുള്ളൂ എന്നാണ് നമ്മുടെ MCQയിൽ പറയുന്നത്. ശരിക്കും അവരുടെ അഡ്രസ്സ്, എത്ര എമൗണ്ട് അൺപെയ്ഡ് ആണ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ വെബ്സൈറ്റിൽ 90 ഡേയ്സിനുള്ളിൽ പ്ലേസ് ചെയ്യണം എന്നല്ലേ പറയുന്നത്. സോ അത് അവർ കൊടുത്തിട്ടുള്ളൂ. ലിസ്റ്റ് ഓഫ് ബെനിഫിഷ്യറി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ പോയിന്റ് നമ്പർ സി. അടുത്തത്, during the current year, is Vasudha Private Limited required to constitute CSR committee under the provisions of Companies Act 2013? So അവരുടെ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് വർത്ത്, ഇതെല്ലാം നമ്മൾ ലിമിറ്റിനകത്ത് എക്സീഡ് ചെയ്തുകൊണ്ട് 500,000 in 5. No. This is what they sell, given as an information. പ്രോഫിറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. No, because it is a private company. തെറ്റാണ്. എല്ലാ കമ്പനീസിനും applicable CSR committee. No, because it is an unlisted company having a net worth of less than 500 crore. തെറ്റാണ്. Yes, because despite being unlisted, its turnover is above 500 crore. No, turnover 1,000 ആണ്. So yes, because a company meets a threshold criteria having net profit exceeding 5 crore in the immediately preceding financial year. Yes. കാരണം കണ്ടീഷൻ ഓർ ആണ്. ഇതിൽ ഏതിലും വന്നാൽ മതി. ഒന്നുകിൽ നെറ്റ് വർത്ത്, അല്ലെങ്കിൽ ടേൺ ഓവർ, അല്ലെങ്കിൽ പ്രോഫിറ്റ്. പ്രോഫിറ്റ് 5 crore എക്സീഡ് ചെയ്തിട്ടുണ്ട്. So definitely they have to have a CSR committee. They fall under the provisions of section 135. 135 ആണല്ലോ CSR. അടുത്തത്, what is the implication of the fact that Prakash Limited has not paid dividend for the last 4 years while having free reserve? Implication എന്തെങ്കിലും ഉണ്ടോ? ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുന്നുണ്ട്. The company is in violation of Companies Act? No. Not declaring dividend. അല്ല, the shareholders can legally challenge the management for not utilizing free reserve for dividend. There is no legal obligation to declare dividend even if the company has free reserve. The company must now use all its free reserve to pay the dividend to satisfy shareholder demand. No. There is no legal obligation. ഒരു നിർബന്ധവും ഇല്ല. അത് ഒരിക്കൽ ഡിക്ലെയർ ചെയ്താൽ പിന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. എല്ലാ വർഷവും പ്രോഫിറ്റ് ഉണ്ടായി ഫ്രീ റിസർവ് പൈസ ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കണം ഒരു നിർബന്ധവും ഇല്ല. ഒരിക്കൽ ഡിക്ലെയർ ചെയ്താൽ പിന്നെ കൊടുത്തിരിക്കണം. സോ ഇറ്റ്സ് പോയിന്റ് നമ്പർ സോ ഒരു ലീഗൽ ഓബ്ലിഗേഷൻസും ഇല്ല. ദർ ഇസ് നോ ലീഗൽ ഓബ്ലിഗേഷൻ. നെക്സ്റ്റ് വൺ, considering the legal provisions regarding the constitution of CSR committee and one constituted by Vasudha Private Limited, state which of the following statement hold truth. Constitution of the committee is invalid because it doesn't consist of an independent director. Applicable ആയിട്ടുള്ള company ആണെങ്കിൽ വേണം. Constitution of the committee is invalid because its chairperson is an executive director. Constitution of the committee is valid because it depends purely upon the discretion of management. The constitution of the committee is valid because the company is not required to appoint an independent director. A private company ക്ക് independent directorനെ അപ്പോയിന്റ് ചെയ്യണം എന്ന് ആക്ച്വലി നിർബന്ധമില്ല. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. വസുധ പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ദെയർഫോർ അവർക്ക് നിർബന്ധമൊന്നുമില്ല ഐഡിനെ അപ്പോയിന്റ് ചെയ്യണമെന്ന്. ഐഡിയുടെ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല. സോ ഐഡി ഇല്ലെങ്കിലും അവർക്ക് ഒരു കുഴപ്പവും ഇല്ല. ഇറ്റ്സ് ഡി. അടുത്തത്, what is the minimum amount to be spent by Vasudha Private Limited on CSR activity for financial year 2024 and 2025? Average of the preceding 3 years profit എടുക്കുക, അതിന്റെ 2% നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. So profit is given here. Just a second. It is 0.75, that is 75 lakh. ആ 3 വർഷത്തെ ആവറേജ് എടുത്തു, 2% കൊടുത്തു, 75 lakh. You can actually see here. ഇവിടെ അവർ വളരെ ക്ലിയർ ആയി. ഇത് എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ് ഇതൊക്കെ. വെരി ഈസി ക്വസ്റ്റൻസ്. 41.6, 42.9, 28. Take the average into 2%. 2% നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. So it's 0.75, that is 75 lakh. Very easy question. So first case-based multiple choice is done. We are going for the next one. അടുത്തത്, Rahul and Meenakshi, two young entrepreneurs, founded Educom Innovative LLP under the LLP Act with a focus on providing digital education solutions. Rahul brought technical expertise while Meenakshi managed business operations. According to the LLP agreement, both contributed equally and shares profits equally. രണ്ടുപേരും equally contribute ചെയ്തു, profit equal ആയിട്ട് അവർ distribute ചെയ്തു. After 2 years of growth, they decided to admit Anshul
and industry expert as a partner to expand their reach. So Anshul appoint ചെയ്തു. Anshul agreed to contribute additional capital and bring industry contracts. Additional capital കൊണ്ടുവരാം, industry contacts കൊണ്ടുവരാം. However, shortly after joining, Anshul discovered that certain key compliance filings, including the Form 11, Form 8 were pending. അതായത് ആനുവൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ഇൻസോൾവൻസി ഒന്നും ഫയൽ ചെയ്തിട്ടില്ല. ശരിക്കും അതൊക്കെ എത്ര നാളത്തേക്ക് ഫയൽ ചെയ്തതിൽ വൈൻഡപ്പ് ചെയ്ത് പോകണം, ഓർമ്മയുണ്ടോ? Concerned, Anshul wanted to understand his liability and insisted that LLP immediately address a complaints issue. Immediately ചെയ്യണം എന്നാ പറയുന്നത്. Meanwhile, Rahul proposed to amend the LLP agreement to reflect Anshul's new profit sharing ratio and allocate specific decision making powers to him. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വേണം, ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് കൊടുക്കാനും പറഞ്ഞു. ആസ് ദേ വർക്ക് ത്രൂ ദീസ് മാറ്റർ, ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എ ലീഗൽ അഡ്വൈസർ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ LLP ആക്ട് ഇംപാക്റ്റഡ് their responsibility, liability and complaints obligation. On the basis of above facts and applying applicable provisions of LLP Act and applicable rules, choose a correct answer. So ഈ പറയുന്ന LLP rules ഓർത്തെടുത്തിട്ട് LLP ബേസ് ചെയ്യുന്നതാണ്. You have to answer the following multiple choice question. Let us start. When Anshul joined Educame Innovatives LLP, he discovered that key complaints filings, including the annual return and statement of accounts and solvency, were pending. What is Anshul's liability as a newly admitted partner, considering this past complaints lapses? So, past complaints nu vendi pudhiya partner ne nammal liable aakanda avashyam undo? Illa. Anshul has no liability for past complaints lapses since he was not a partner when they occurred. She has equal liability alla, is only liable if the LLP agreement specifically assigns no for is limited to his capital. Alla. Orikkalum past liability ki pudhiya partner orikkalum liable avilla. അടുത്തത്. In the light of Anshul's concern about the pending complaints filings, which of the following best describes the responsibilities of partners in Educom Innovators of LLP regarding complaints with the LLP Act 2008? Only the designated partners are responsible for ensuring compliance with filing obligations under the LLP. ശരിക്കും അതല്ലേ? All partners, including new partners, alla. Complaints responsibility can only be assigned to the one partner who will bear alla. Legal advisor alla. ശരിക്കും designated partners ആണ് legal complaints. All other partners business manage ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So it's point number E. അടുത്തത്. Suppose in the given scenario, Educame Innovatives LLP fails to file the statement of accounts and solvency or annual return for any 5 consecutive financial year. Which of the following could occur? ഞാൻ ഇത് ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ പറഞ്ഞായിരുന്നു Educome Innovatives may be wound up by the tribal. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു ഇത്ര വർഷത്തേക്ക്, ഞാൻ ആ വർഷം അവിടെ പറഞ്ഞില്ല because I wanted us to discuss the multiple choice. 5 yearsലേക്ക് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ മൈൻഡ് അപ്പ് ആയി പോകണം. So that questions were very simple from LLP, very simple multiple choice. We're going for the third case scenario. This is the last multiple choice. In 2024, New Limited, a company specializing in international trade, needed to send an important notice to one of its clients, Mr. A, regarding a contractual amendment. New Limited on it. According to the company's internal regulations and the contractor, the notice had to be served by post. On April 15, 2024, company's legal department prepared the notice and addressed it to Mr. A at his registered address. The notice was properly addressed, prepaid and sent via registered post with acknowledgement due to ensure that the highest level of confirmation for delivery. A few days later, on April 10, 2024, the notice was returned with a stamp indicating that it was not claimed by Mr. A. The legal department recorded the return of the notice and noted the endorsement. അയാളത് accept ചെയ്യാത്ത പോലെ. The company's legal advice refers to the past case laws for similar scenarios to ensure that notice was considered legally served under Section 27 of the General Clause Act. They reviewed the following precedents. United Commercial Bank versus Bean Sain Makhija, it was noted that merely sending a notice by registered post without acknowledgement due did not provide sufficient legal protection for providing the service. ഒരു കേസിനകത്ത് ഈ ഡിസിഷൻ എടുത്തു. ജഗദീഷ് സിംഗിന്റെ കേസിനകത്ത് that if a notice sent by registered post was returned with a refusal endorsement, it was considered served. അത് served ആയിട്ട് തന്നെ കാണും. പിന്നെ വന്ദന ഗുലാട്ടിയുടെ കേസിൽ it was established that if a notice sent by registered post to a proper address was returned with an endorsement like not claimed, it was deemed served unless proven otherwise. It has to be proved otherwise അല്ലെങ്കിൽ deemed to be served. On the basis of above facts and applicable provisions of general clause and applicable rules, answer the following multiple choice. Number 9. According to Section 27 of the General Laws Act 1897, what 3 conditions must be fulfilled for a service by post to be deemed effective? Properly addressed, prepaid and posting by ordinary post. Properly addressed, prepaid and posting by registered post. Registered post ആണ് ആ കേസിനകത്തൊക്കെ പറയുന്നില്ലേ. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അൺലെസ് അതർവൈസ് പ്രൂവൺ ആണെന്നുണ്ടെങ്കിൽ deemed to be served ആയിട്ട് തന്നെ കാണും. So that is point number B. 10th one.
In the case of United Commercial Bank, why was a presumption of service under registered post found to be insufficient? എന്താണ് അവിടെ സംഭവിച്ചത്? Because the notice was sent by ordinary post, because the notice was sent by registered post, but not with acknowledgement due, because the address was incorrect, because the recipient did not respond, because acknowledgement due ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഡീം ടു ബി സർവ്ഡ് ആയിട്ട് കാണാതെ ഇരുന്നത്. ആ ഒരു കേസ് ഒഴികെ ബാക്കിയെല്ലാം ഡീം അക്നോളജ്മെന്റ് കൊടുത്തുകൊണ്ട് ഡീം ടു ബി സർവ്ഡ് അല്ലേ, അൺലെസ് അതർവൈസ് പ്രൊവൈഡഡ്. സോ അപ്പൊ അതുകൊണ്ട് അക്നോളജ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് അത് ഡീം ടു ബി സർവ്ഡ് ആയിട്ട് കാണാതെ പോയത്. Next one, what does the case of Jagdish Singh demonstrate about the service of notice? Notice sent by registered post without return endorsement is valid. Notice sent by registered post and return with refusal endorsement is deemed served. The deemed served. എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേ, പാസേജിന് ആൻസർ കണ്ടുപിടിക്കുന്ന പോലെ. Okay, so all case based scenarios are done. Last multiple choice is of the directors independent. So ella matteyadu kondu we have done with the case based scenario. So only one independent case aanullathu. ABC Private Limited is a project engineering, procurement and construction company. The company has backed a contract from the government of state of Kerala for construction of water dam. The company has involved a project consulting firm situated in Australia for preparing techno-economic feasibility report to enable to start construction work of dam. The company has paid US dollar to vendor of Australia. The company also availed the service of software company situated in Denmark for the migration of its accounting software from SAP to Oracle, for which the company has paid the US dollar to the software company. Considering the provisions of FEMA, which of the following mentioned above one is correct? The company can make a payment of US dollar and USD 20 lakh without any approval. The company can make a payment of US dollar after obtaining the approval of RBI. The company can make a payment of 70 lakh and US dollar 20 lakh after obtaining approval of RBI. This is point number B. The company can make a payment of US dollar 70 lakh without any approval and US dollar 20 lakh after obtaining the prior approval of RBI. The vendor payment alle mattadu poyekkunnathu. So it's B, 12B. ട്രിക്കിയാണ്, ഫെമയുടെ ആയതുകൊണ്ട് കുറച്ച് ട്രിക്കിയാണ്. മിസ്റ്റർ എന്താ പറയുക, ഇതെല്ലാം ഇൻഡിവിജ്വൽ ആണ്, മറ്റേതുപോലെ കേസ് ബേസ്ഡ് അല്ല. കഴിഞ്ഞു ഈ പറയുന്ന കഥ കൊണ്ട് ആ ഇൻഡിവിജ്വൽ കേസ് ബേസ്ഡ് സിനാരിയോ കഴിഞ്ഞു. അടുത്തത്, മിസ്റ്റർ നരേൻ ശ്രീനിവാസ് enrolled himself for management course of 3 years with IOL Mumbai. Out of the 3 years, 2 years of educational course would be provided at the campus of IOL Mumbai and 1 year of educational course will be provided at University of Auckland under student exchange program. Mr. Naren Srinivas is required to pay tuition fee of 10 lakh Mumbai for 2 years course and US dollar to University of Auckland. So US dollar 2 lakh pay cheyana. Mr. Naren had left India on 20th August 2022 to complete his degree from University of Auckland. In the last month of final year of the course, he got an offer from one of the reputed companies situated in the Auckland and had accepted the offer and he decided to work there. On 1st September 2023, Mr. Naren had visited India for 30 days, residential status to meet his family, and on 1st October 2023 and had left India to carry on his employment exception. Okay, considering the provisions of FEMA, which of the below mentioned options correctly determine the residential status of Mr. Naren? Aal ivide ninnu porthu poi porthunnu employment take up cheyyunnunde. Mr. Naren Srinivas to be treated as a resident in India for the financial year 23-24 and 24-25. 30 days ആണ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്തേക്കുന്നത്. എംപ്ലോയ്മെന്റ് പോയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. Mr. Naren Srinivas to be treated as a resident in India? No. Mr. Naren Srinivas to be treated as a non-resident for financial year as he left India for higher studies. നമ്മൾ ആർബിയുടെ സർക്കുലറിനകത്ത് പറയുന്നില്ലേ, ഹയർ സ്റ്റഡീസിന് വിടുമ്പോൾ നമുക്ക് റിസംഷൻ കൊടുക്കാം. ഹി ഈസ് ആക്ച്വലി ടേക്കിംഗ് അപ്പ് ഹി മൈറ്റ് ആക്ച്വലി ടേക്ക് അപ്പ് എംപ്ലോയ്മെന്റ് ദർ, പാർട്ട് ടൈം ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് എടുക്കും ഇൻ ഓർഡർ ടു മീറ്റ് ഹിസ് ലിവിംഗ് എക്സ്പെൻസസ്. ദെയർഫോർ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പോലും വി വിൽ നോട്ട് ട്രീറ്റ് ഹിം ആസ് എ റെസിഡന്റ്, ഹിൽ ബി ട്രീറ്റഡ് ആസ് എ നോൺ റെസിഡന്റ്. ഇതെല്ലാം റെസിഡന്റ് അല്ലേ പറയുന്നത്, ഇതൊന്നുമല്ല, ഹിസ് ട്രീറ്റഡ് ആസ് എ നോൺ റെസിഡന്റ്. അതും ഇൻഡിവിജ്വൽ ആയിരുന്നു. കഴിഞ്ഞു. ഗ്രീൻ ട്രീ ലിമിറ്റഡ് is planning to issue debentures to the public and as per the legal requirements must appoint a debenture trustee. The company is considering several individuals for this role. Mr. Sharma, who owns a small number of shares in Green Tree Limited as an investor. Ms. Kapoor, who previously lent 5,000 to Green Tree Limited and is currently a lender. Mr. Verma, who has provided a personal guarantee to ensure the repayment of debentures issued by Green Tree Limited. Based on the provisions of Companies Act and relevant rules, who among the following is eligible to be appointed as a debenture trustee for Green Tree Limited? Only Mr. Sharma,
only Miss Kapoor, only Mr. Verma, none of Mr. Sharma. അത് നണ്ണാണ്. ഒരു ഇൻവെസ്റ്റർ ആകാൻ പാടില്ല, ലെൻഡർ ആകാൻ പാടില്ല, ഗ്യാരണ്ടി നിന്ന ആളാകാൻ പാടില്ല. സോ ഇറ്റ് ഇസ് D, 14D. Debenture trustee disqualifications. And yes, last, Best Limited initially created a charge in favor of LKJ Bank for financial facility. This charge was duly registered. Few months later, LKJ Bank enhanced the credit facility by an additional 40 crore. However, due to an oversight, Best Limited failed to register the modification to the original charge with the ROC. The company has now realized this error and is concerned about potential impact on its records and compliance. As per the provisions of Companies Act, what steps should Best Limited take to correct the situation regarding the unregistered modification of charge? Ignore the oversight since the original charge was registered. Better re-register only the original charge with updated facility of an amount. Allah, file an application with central government for rectification. Contact LKJ Bank to withdraw the enhanced facility. Allah. ആപ്ലിക്കേഷൻ വിത്ത് ദ CG 87 പ്രകാരം നമ്മൾ പഠിക്കുന്നില്ലേ, ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ ഓഫ് ചാർജ് ചെയ്തെടുക്കാം. സോ ഐ ഫെൽറ്റ് കേസ് ബേസ് LLP ഒക്കെ ആണെങ്കിലും ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ ഡിഫിക്കൽട്ട് തിങ്. ഫെമ ഇസ് ബിറ്റ് ട്രിക്കി. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആണെങ്കിലും ഡ്രോവൽ എത്ര നമുക്ക് മറ്റേ അപ്രൂവൽ ഓഫ് CGRB അതൊക്കെ എനിക്ക് കുറച്ചൊന്ന് ട്രിക്കി ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലാത്ത മൾട്ടിപ്പിൾ ചോയ്സ് ഇസ് ആക്ച്വലി ഈസി. നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെ ആണെങ്കിലും നോട്ട് വെരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ്. സോ that is with the MTP series. I hope the session was helpful. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു എന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. Please watch the RTP series. If you have still not watched the RTP series, also the MTP series, നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് ഒന്ന് എഴുതി നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് യു ക്യാൻ ആക്ച്വലി ക്രോസ് വെരിഫൈ. ഒരു എക്സാം പോലെ നിങ്ങൾക്ക് ആക്ച്വലി ക്രോസ് വെരിഫൈ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിലും എക്സാം എഴുതാം. നിങ്ങൾ ദർ ഇസ് നത്തിങ്. അയ്യോ ഇതിന്റെ ആൻസർ ഒക്കെ എനിക്ക് അറിയാലോ. നമ്മൾക്ക് എത്ര ആൻസർ അറിയാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ എഴുതുമ്പോൾ ആ സാധനം വരില്ല. ഇറ്റ് മൈറ്റ് ബി ഇൻസൈഡ് യുവർ ഹെഡ്, യു വിൽ നോട്ട് ബി ഏബിൾ ടു റിപ്രൊഡ്യൂസ് ഇറ്റ്. സോ അത് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ട്രൈ ടു റിക്കലക്ട്, ട്രൈ ടു റൈറ്റ് ദ ആൻസർ. ടൈം മാനേജ്മെന്റ്, റിക്കലക്ടിങ് യുവർ provisions on time is very, very important. So നമുക്ക് hardly 1 more month ആണ്. Give your best. It's 10th today. So hardly 1 month. Just give your best. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. 30 മാർക്സ് ഉണ്ട്. MTP, RTP, all those important questions what we discuss in the class. അതിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അൺഇമ്പോർട്ടൻറ്റ് വിടണം എന്നല്ല. യു ക്യാൻ റിവൈസ് ഇറ്റ് ആസ് എ ലൈക്ക് നമ്മളിപ്പോൾ ABC അനാലിസിസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക and then come to the unimportant part. So I'll see you next for the MTP series of strategic management tomorrow. So all the very best. Study well. Thank you.